പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SSLC +2 റിസൾട്ടൊക്കെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഇതിനും മെയ് 8-ന് SSLC റിസൾട്ടും മെയ് 9-ന് +2 റിസൾട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനും റിസൾട്ടൊക്കെ എത്താറായപ്പോൾ കുട്ടികൾക്ക് ടെൻഷനുള്ളവരും സന്തോഷമുള്ളവരും ഒക്കെ കാണും. ഇതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല മികച്ച റിസൾട്ടായിരിക്കുമെന്ന് ടീച്ചർ നാളെ പറഞ്ഞു. കാരണം വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള എല്ലാ വിശേഷങ്ങളും പിന്നെ വിലയിരുത്തലും എല്ലാം തന്നെ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും നല്ല മെച്ചപ്പെട്ട ഗ്രേഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും പിന്നെ +2-ന് വിശ്വസിക്കുന്നത് വലിയ ടഫ് അല്ലായിരുന്നു. വാല്യൂഷൻ ലിബറൽ ആണോ എന്ന് വെച്ചാൽ ലിബറലൊന്നും അല്ലായിരുന്നു. നല്ലവണ്ണം അതിൻ്റെ രീതിയിൽ തന്നെയാണ് വാല്യൂഷൻ നടന്നത്. എങ്കിലും കുട്ടികൾക്കെല്ലാം നല്ല മികച്ച റിസൾട്ടാണെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് അധ്യാപകർക്ക് അതിന് റിസൾട്ടാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേ നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതി അതിനനുസരിച്ച് തന്നെ മാർക്ക് കിട്ടിയെന്ന് നമുക്ക് വിലയിരുത്തലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴേ ഇതിനും നല്ല റിസൾട്ടാണ്. അതിനെപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയാസ് നന്നായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നോക്കിയ പേപ്പറിലെല്ലാം തന്നെ മനസ്സിലായി. അതുപോലെ ടീച്ചേഴ്സ് ലാംഗ്വേജൊക്കെ നോക്കിയ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ സ്വന്തമായ വീക്ഷണകോണമെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന ലാംഗ്വേജിലാണ്. സയൻസിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് നമുക്ക് സ്വന്തം അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കാൻ ഒക്കത്തില്ല. നമുക്ക് അതിൻ്റെതായ രീതിയിൽ എഴുതിയാലേ ഉത്തരവാകത്തുള്ളൂ. ഒരു ലാംഗ്വേജ് വിഷയങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി വിഷയങ്ങളിൽ പിന്നെ SSLC ആയാലും +2 ആയാലും കുട്ടികളുടെ ഒരു ക്രിയാത്മകമായ വിലയിരുത്തൽ, നിരീക്ഷണ ബുദ്ധി, വിമർശന ബുദ്ധിയൊക്കെ പ്രതിഫലിച്ച് കണ്ട ഉത്തരങ്ങളുണ്ട്. അതിനെല്ലാം തന്നെ സോഷ്യൽ മീഡിയാസ് വളരെയധികം പിന്നെ ഉപയോഗപ്പെട്ട രീതിയിലാണ് കുട്ടികൾ അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പേപ്പറിൽ. അവർ പിന്നെ നമുക്കും സോഷ്യൽ മീഡിയാസ് പറയുമ്പം നവമാധ്യമങ്ങളൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നവർക്ക് ദുരുപയോഗം ചെയ്യാം, ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉപയോഗം ചെയ്യാം. രണ്ടും അതിൻ്റെതായ രീതിയിൽ പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മികച്ച റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോഴേ സോഷ്യൽ മീഡിയാസ് കുട്ടികളുടെ പഠനകാര്യത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടേതായ വിമർശന ബുദ്ധിയോടെ കാര്യങ്ങൾ നിരീക്ഷണ ബുദ്ധി എഴുതിയിരിക്കുന്ന നിഗമനത്തിൽ എത്തിച്ചിരുന്നു എല്ലാം തന്നെ അല്ലെങ്കിൽ വരും തലമുറയ്ക്കുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിലയിരുത്തൽ പ്രതീക്ഷ ഒക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നു നമുക്ക് കുട്ടികളുടെ ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലായത്. അത് നവമാധ്യമങ്ങൾക്ക് വളരെ പിന്നെ നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകളും മറ്റും കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പരീക്ഷാ സമയത്ത് മാത്രമാണ് ചിലപ്പോൾ കുട്ടികൾ പുസ്തകങ്ങളെ ആശ്രയിക്കുന്നത്. പിന്നെ അതുവരെ ഉഴപ്പിയൊക്കെ നല്ല അവസാനം സോഷ്യൽ മീഡിയാസിലെ ക്ലാസ്സുകളും അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് വിലയിരുത്തി പരീക്ഷ എഴുതുന്ന തത്സമയ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പിന്നെ തലേദിവസമുള്ള ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നവമാധ്യമങ്ങൾ കുട്ടികളുടെ പഠനകാര്യത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി പിന്നെ കുട്ടികൾക്കും അത് നന്നായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ഉദാഹരണമായി എൻ്റെ പുത്രിയുടെ കാര്യമാണെങ്കിൽ പിന്നെ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തന്നെയാണ് അവൾക്ക് പിന്നെ അവൾക്ക് അവൾ കണ്ടുവരുന്ന ക്ലാസ്സുകളൊക്കെ സ്ഥിരം അവൾക്ക് അതിൽ നിന്ന് മൊബൈൽ വേണം, അത് കാണാനുള്ള ക്ലാസ് വേണം. ഹോസ്റ്റലിലായാലും ഫോൺ ഡേ ആകുമ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും അവർ ആ ക്ലാസ്സൊക്കെ ഒന്നെടുത്ത് പിന്നെ ഓട്ടിച്ചൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അവിടെ അവൾക്ക് ഹൈസ്കൂൾ തലത്തിൽ തൊട്ട് അവൾക്ക് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിലാണ്. അവൾക്കും പിന്നെ ആദ്യമേ പഠിക്കുന്ന സ്വഭാവമില്ല, അവസാന നിമിഷത്തിലുള്ള പഠനമാണ്. അവിടെ എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് നവമാധ്യമങ്ങളുടെ പിന്നെ അതിനുള്ള സന്ദേശങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ പേരൻസിനും കുറേ പേർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദുരുപയോഗം ചെയ്യുന്ന കുട്ടികളില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാതെയും ഇല്ല. അപ്പോഴേ എന്നാലും അവർ കംപ്ലീറ്റ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നവമാധ്യമങ്ങൾ കുട്ടികളുടെ വിജയ പുരോഗതിക്ക് നന്നായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും കമൻറ്റായി രേഖപ്പെടുത്താം. നവമാധ്യമങ്ങൾ കുട്ടികൾ നന്നായി യൂസ് ചെയ്യുന്നു എന്നുള്ള തലത്തിൽ എല്ലാ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കത് കമൻറ്റ് ചെയ്തതിന് എൻ്റെ അഭിപ്രായത്തിൽ ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഉള്ളതിനേക്കാൾ മികച്ച അഭിപ്രായങ്ങളും പിന്നെ വിമർശന ബുദ്ധി ഉത്തരങ്ങൾ എഴുതിയതും പ്രതികരണ ബുദ്ധിയോടെ എഴുതിയതും പ്രതികരണ കുറിപ്പുകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിൻ്റെ സ്വാധീനം നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. കുട്ടികളുടെ പത്രങ്ങളെക്കാൾ ഇപ്പോൾ നവമാധ്യമങ്ങളെ ആശ്രയിക്കുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട്. പത്രവായനയൊക്കെ ഇപ്പം കുട്ടികൾക്ക് കുറഞ്ഞോ എന്ന് വെച്ചാൽ കുറഞ്ഞ രീതിയിലാണ്. പണ്ടൊക്കെ സ്ഥിരം പത്രം വായിച്ച കുട്ടികളിൽ അപ്പം ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയൊക്കെ കാര്യങ്ങളും മെസ്സേജൊക്കെ ഇട്ട് അവിടെ അറിയുന്നുണ്ട്. ഏതെങ്കിലും കുട്ടികൾ പ്രതികരിക്കുന്നുണ്ട്, അവരുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെന്ന രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴേ അതിന് നിങ്ങളുടെ വിജയ ശതമാനം നന്നായി ഉയരട്ടെ, നല്ല മാർക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ തന്നെ നിർത്തും. നവമാധ്യമങ്ങളുടെ പങ്ക് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോഴേ എല്ലാവർക്കും തൊട്ടടുത്ത വിജയം പ്രതീക്ഷിക്കുന്ന നാളെയും മറ്റന്നാളുമൊക്കെ നിങ്ങൾക്ക് നല്ല മനഃശാന്തി ഉണ്ടാവട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. അഥവാ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എത്തിരുന്നാലും നിരാശപ്പെടേണ്ട, നമുക്ക് അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം കാംക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. ബൈ.